എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ബോൺസായി ടോപ്പിക്കിൽ തേർഡ് പാർട്ടാണ് വയറിങ്. വയറിങ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇതേപോലെ ഒരു ചെടി നട്ടതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സ്റ്റൈലിലേക്ക് ഈ ചെടിയെ മാറ്റാനായിട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിൻ്റെ കൊമ്പുകളൊക്കെ വളച്ചു കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വയറിങ് ചെയ്യുന്നത്. ബോൺസായി വയർസ് നമുക്ക് പല മെഷർമെൻറ്റ്സിൽ കിട്ടും, പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് 3 മെഷർമെൻറ്റ്സിലുള്ള ബോൺസായി വയറാണ് ആവശ്യം. 0.5 മില്ലിമീറ്റർ, 1 മില്ലിമീറ്റർ ആൻഡ് 3 മില്ലിമീറ്റർ. ഇപ്പോൾ നമ്മൾ ഈ വണ്ണമുള്ള ഒരു കൊമ്പാണ് വയർ ചെയ്യുന്നതെങ്കിൽ ഇതിനൊരു 3 മില്ലിമീറ്റർ ആണ് നന്നായിട്ടിരിക്കുക. 3 മില്ലിമീറ്റർ സൈസുള്ള ബോൺസായി വയർ വെച്ചിട്ട് വയർ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കും. ഇനിയിപ്പോൾ ഈ ഒരു വണ്ണമൊക്കെയുള്ള കൊമ്പാണ് നമ്മൾ വയർ ചെയ്യുന്നതെങ്കിൽ അതിന് 1 മില്ലിമീറ്റർ സൈസുള്ള ബോൺസായി വയർ മതി. ഇനി ഈ വണ്ണമൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ, കണ്ടില്ലേ, തീരെ വണ്ണം കുറവാണ്, അതാണ് നമ്മൾ വയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 0.5 മില്ലിമീറ്റർ മതി. ഇനി എപ്പോഴാണ് വയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെടി നട്ടപ്പോൾ തന്നെ നമുക്ക് വയറിങ് സ്റ്റാർട്ട് ചെയ്യാം. അത് മാത്രമല്ല, ഒരു ചെടിയാകുമ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ പുതിയതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന കൊമ്പുകളും നമുക്ക് ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ പ്രൂൺ ചെയ്ത് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വയറിങ് ചെയ്യാം. വയറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെടി വയറിങ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തണലിലേക്ക് എടുത്ത് വെക്കണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി ഒന്ന് ടെൻഡറായി കിട്ടാനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോൺസായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സൺലൈറ്റും അതുപോലെ ഇഷ്ടംപോലെ വെള്ളവും ഒക്കെ ഉള്ളൊരു സാഹചര്യമാണ്. പക്ഷെ അതിൽ നിന്ന് മാറി നമ്മളൊരു ഷെയ്ഡിലേക്ക് മാറ്റുമ്പോൾ ഇത് ഒന്ന് സോഫ്റ്റ് ആവും ചെടി. കാരണം അതിന് താല്പര്യമില്ലാത്തൊരു അന്തരീക്ഷമാണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആവും. അപ്പം അങ്ങനെ സോഫ്റ്റ് ആകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വയർ ചെയ്തതിൻ്റെ ശേഷം ഇതിങ്ങനെ ബെൻഡ് ചെയ്യും അല്ലേ, ഇങ്ങനെ വളയ്ക്കും. അപ്പോൾ ഈ കൊമ്പുകളൊന്നും ഒടിഞ്ഞു പോവില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് വയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ നട്ടിരിക്കുന്ന ഈ ചെടിയിലെ ഈ ഒരു കൊമ്പാണ് ഞാൻ വയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഈ വയർ എടുത്തിട്ടുണ്ട്. ഇനി ഈ വയർ എങ്ങനെ നമ്മൾ ചെടിയിൽ കെട്ടണമെന്ന് നോക്കാം. ഇവിടെയാണ് ആ കൊമ്പിൻ്റെ ജോയിൻറ്റ്. അപ്പോൾ ഞാൻ ഇതിന് താഴെയായിട്ടാണ് കെട്ടണത്. ഇനി ഇത് മൊത്തം, ഈ കമ്പിൽ മൊത്തം ഈ വയർ നമ്മൾ ചുറ്റിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചുറ്റണമെന്ന് കണ്ടോളൂ. നമ്മൾ വയർ ചെയ്ത് കഴിഞ്ഞു. വയർ ചെയ്യൽ സിമ്പിളാണ്, കണ്ടില്ലേ, ഇങ്ങനെ ചുറ്റി എടുക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു കൊമ്പ്, ഇതിപ്പോൾ ഇങ്ങനെ മേലേക്ക് നിൽക്കുന്ന കൊമ്പ് അല്ലേ, അത് ഞാൻ താഴോട്ട് വളയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ട് വളയ്ക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ വയർ ആ കൊമ്പിന് താഴെയായിട്ടാണ് നമ്മൾ കിട്ടുക. ഇനി സപ്പോസ് ഈ ഒരു കൊമ്പ് ഞാൻ മേലേക്ക് ഇങ്ങനെ വളയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വയർ നമ്മൾ കെട്ടുന്നത്, ഇതിങ്ങനെ ബെൻഡ് ചെയ്യാനായിട്ടൊരു വയർ കെട്ടണമല്ലോ, അത് ഇതേപോലെ കെട്ടുന്നത് ഇതിൻ്റെ ഈ കൊമ്പിൻ്റെ മേലെയായിട്ട് വേണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വയർ കണ്ടില്ലേ, ഇതിങ്ങനെ ചെരിച്ചാണ് നമ്മൾ ചുറ്റേണ്ടത്. മനസ്സിലായോ? ഈ കൊമ്പുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഇങ്ങനെ ഒരു ചെരിഞ്ഞിട്ടാണ് എല്ലാ ബെൻഡും നിൽക്കുന്നത്. അങ്ങനെ വേണം, അല്ലാതെ ഇതേപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് ചുറ്റരുത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവില്ലേ. പിന്നെ നമുക്ക് ഇതുപോലെ വയറിങ്ങനെ കുറച്ച് ചുറ്റിയതിൻ്റെ ശേഷം ഇതുപോലെ ഇത്തിരി ബാലൻസ് ഇടാം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊമ്പ് വളർന്നു വരുമല്ലോ, അപ്പോൾ അതിനോടൊപ്പം തന്നെ വയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ നമുക്ക് വയർ ചെയ്യുമ്പോൾ ആദ്യം മെയിൻ ബ്രാഞ്ച് ഇങ്ങനെ വയർ ചെയ്തതിൻ്റെ ശേഷം സൈഡിലുള്ള ബ്രാഞ്ചൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് സൗകര്യമായിരിക്കും. അങ്ങനെ വയറും കഴിഞ്ഞു. ഇനി നമുക്കിത് ബെൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കൊമ്പ് ഇങ്ങനെ താഴേക്ക് വളയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണോ വളയ്ക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ തള്ളവിരലിങ്ങനെ പിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വിരലുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം.
എന്നിട്ട് പതുക്കെ, വളരെ പതുക്കെ സൂക്ഷിച്ച് ഇങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ മുള്ളൊക്കെ ഇങ്ങനെ കളയാം കേട്ടോ, നമുക്ക് സൗകര്യത്തിന് മുള്ളൊക്കെ കളയാം. ഇതേ ഈ കൊമ്പ് കണ്ടില്ലേ, അപ്പം നമ്മൾ ബെൻഡ് ചെയ്തു. നമുക്ക് ഈ ഒരു കൊമ്പും കൂടെ ഒന്ന് ബെൻഡ് ചെയ്യാം. ഇത് ഞാനിങ്ങനെ കുറച്ച് മേലേക്ക് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നോക്കാം. അപ്പം നമുക്ക് ഈ കൊമ്പ് മേലേക്ക് ബെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാരണം നമ്മൾ ഈ വയറ് ഈ കൊമ്പിൻ്റെ മേലെയായിട്ടാണ് കെട്ടുന്നത്. ഇനി നമുക്കിത് വയർ ചെയ്യാം. ഇനി നമ്മൾ ബെൻഡ് ചെയ്യണം. ഇനി ഒരു 3 മാസം കഴിയുമ്പോൾ നമുക്ക് ഈ വയറ് പതുക്കെ അഴിച്ച് നോക്കാം. 3 മാസമൊക്കെ എടുക്കും എന്തായാലും നമ്മൾ ഈ വളച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പിലേക്ക് ഇത് ബെൻഡായിട്ട് വരാൻ. 3 മാസം കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇത് വയറിങ്ങനെ ഊരി നോക്കുമ്പോൾ തിരിച്ചത് പണ്ടത്തെ അതേ ഷേപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വയർ ചെയ്ത് വെക്കുക. മനസ്സിലായില്ലേ? അത് പതുക്കെ ഇതെങ്ങനെ ആവുള്ളൂ. ഇനി ചില കേസിൽ ഇതേപോലെ ഒരു ചുറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ബെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ 2 പ്രാവശ്യം വയർ ചുറ്റേണ്ടി വരും. അപ്പോൾ ഇത് ഒരെണ്ണമല്ലേ നമ്മൾ കെട്ടി ചുറ്റിയത്, അതുപോലെ ഒരെണ്ണം കൂടെ കെട്ടിയിട്ട് ചുറ്റിയെടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 3 മാസം കൂടുമ്പോൾ ഈ വയറൊക്കെ ഒന്ന് എന്തായാലും അഴിച്ചു നോക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മരത്തിൻ്റെ ഈ കൊമ്പുകളൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച് വരും. അങ്ങനെ വരുമ്പോൾ ഈ വയറ് അതിലേക്ക് അങ്ങനെ ആഴ്ന്നു പോവുമല്ലോ. അങ്ങനെ പോകുമ്പോൾ പിന്നെ നമ്മൾ അഴിക്കുമ്പോൾ ഈ വയറ് ചുറ്റിയ പാട് അതും ഉണ്ടാവും. അപ്പോൾ അത് മഹാവൃത്തികേടാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഇതൊന്ന് അഴിച്ചു നോക്കണം എന്തായാലും കേട്ടോ. നമ്മളങ്ങനെ വയർ ചെയ്ത് കഴിഞ്ഞു. ഈ ചെടി മുൻപ് എങ്ങനെയായിരുന്നു നമുക്കൊന്ന് നോക്കാം, എന്നാലേ നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു ചേഞ്ച് മനസ്സിലാവും. ഇങ്ങനെയായിരുന്നു ഈ ചെടി, കണ്ടില്ലേ? ബ്രാഞ്ചൊക്കെ എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചല്ലോ. ഇപ്പോൾ ഇങ്ങനെയായി. ഇപ്പോൾ ഡിഫറൻസ് മനസ്സിലാവുണ്ടല്ലോ. ഇപ്പോൾ വയറിങ്ങൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ബോൺസായി ചെയ്യുമ്പോൾ ചെയ്യാനുള്ളൊരു കാര്യം റീപോട്ടിംഗ് ആണ്. അതായത് നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 വർഷം കൂടുമ്പോഴെങ്കിലും അത് റീപോട്ട് ചെയ്യണം. ഇപ്പോൾ റീപോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. അതേപോലെ ഉപേക്ഷിക്കപ്പെട്ട എന്തെങ്കിലും ബോൺസായി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് തിരിച്ച് നല്ലൊരു ബോൺസായി ആക്കാൻ എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് നമുക്ക് അടുത്ത ആഴ്ച കാണാം.